ईशा देभिहिता साङ्ख्ये बुद्धिर्योगे त्विमां शृणु बुद्ध्या युक्तो यया पार्थ കർമ്മബന്ധം പ്രഹാസ്യസി. സാഖ്യയോഗത്തിലെ ബുദ്ധിയോഗം നിനക്ക് വേണ്ടി ഞാൻ ഇനി വിവരിക്കാം, കേട്ടുകൊള്ളുക. ഹേ പാർത്ഥ, ബുദ്ധിയുക്തനായിട്ട് നീ കർമ്മബന്ധത്തെ പരിത്യജിക്കുക. ബുദ്ധിയോഗം ഭക്തിയോഗം തന്നെയാണ് എന്ന് വിഭൂതിയോഗം എന്ന 10ാം അധ്യായത്തിലെ 10ാം ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. രണ്ടും ഒന്നാണ്. ബുദ്ധിയോഗവും ഭക്തിയോഗവും ഒന്നാണ് എന്ന് വിഭൂതിയോഗത്തിലെ 10ാം ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കണം. സാഖ്യയോഗത്തിൽ ഭക്തിക്ക് സ്ഥാനമില്ല എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് ഈ 2 ശ്ലോകങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആത്മസ്വഭാവത്തെ ശരിയായി പ്രതിപാദിക്കുന്ന തത്വശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം എന്ന് നിരുക്തി എന്ന വൈദിക നിഘണ്ടുവിനെ അവലംബിച്ച് ഭക്തിവേദാന്ത പ്രഭുപാദർ തന്റെ ഗീതാഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിവിധ കാഴ്ചപ്പാടുകളിലൂടെ ആത്മാവിനെയും ശരീരത്തെയും നിരീക്ഷിച്ചും അപഗ്രഥിച്ചും ഉളവാകുന്ന ജ്ഞാനത്തെയാണ് നിരുക്തം സാഖ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഭാഷ്യത്തിൽ സാഖ്യേ എന്നതിന് പരബ്രഹ്മത്തിൽ എന്ന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സാഖ്യം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം എന്നാണ് അർത്ഥം. അവിടെ 11 മുതൽ 21 ശ്ലോകത്തിൽ ശങ്കരാചാര്യർ സാഖ്യയോഗം എന്ന് പ്രകീർത്തിച്ച സാഖ്യ തത്വശാസ്ത്രത്തിന്റെ അദ്വൈത ഭൂമിക നാം കണ്ടു. ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന സാഖ്യത്തിലെ ബുദ്ധിയോഗം വളരെ പുരാതനമായ യാഥാസ്ഥിതിക സാഖ്യ സിദ്ധാന്തത്തിൻ്റെതാണ്. ഇതിന് മറ്റൊരു പേര് ബ്രാഹ്മി എന്നായിരുന്നു. ഇതിന് ബ്രാഹ്മി എന്നൊരു പേരുണ്ടായിരുന്നു എന്ന് ഈ അധ്യായത്തിൽ തന്നെ അവസാനത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രഹ്മത്തെ കുറിക്കുന്നതാണ് ബ്രാഹ്മി. ചിരപുരാതനമായ ഭാരതീയമായ ലിപിക്കും ബ്രാഹ്മി എന്ന് തന്നെയാണ് പേര്. അത് വെറും ഒരു യാദൃച്ഛിക സംഭവമാണ് എന്ന് കരുതുന്നവർക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. അത് യാദൃച്ഛിക സംഭവം അല്ല. അത് 2ാം അധ്യായത്തിന്റെ അവസാനത്തെ പകുതിയെ 72ാമത്തെ ശ്ലോകം ബ്രാഹ്മി സ്ഥിതി എന്നാണ് വിളിക്കുന്നത് എന്ന് ഇനിയും കാണാം നമുക്കത്. ഗീതയുടെ കാലത്തിന് എത്രയോ കാലം മുമ്പ് നിലനിന്നിരുന്ന പൗരാണിക സാഖ്യ സിദ്ധാന്തവും ബ്രഹ്മവിദ്യയും ഒന്നു തന്നെയാണ്. അതിനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി പരാമർശിക്കാൻ പോകുന്നത്. ആദ്യ പകുതിയാകട്ടെ ഗീത രചിക്കപ്പെട്ട കാലത്ത്, അതായത് BC 3200 3100 ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന സാഖ്യ സിദ്ധാന്തത്തിന്റെ ഒരു സംഗ്രഹമാണ്. 3 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളുടെ സംഗ്രഹമാണ് സാഖ്യയോഗം എന്ന 2ാമത്തെ അധ്യായം. വാസ്തവത്തിൽ നിരുക്തത്തിന്റെ നിർവചന പ്രകാരം ജ്ഞാനമാണ് സാഖ്യം എന്നതിനാൽ ഗീതയുടെ സംഗ്രഹവും ജ്ഞാനം തന്നെയാണ്. ഭക്തിവേദാന്ത പ്രഭുപാദർ തന്റെ ഭാഷ്യത്തിന്റെ 2ാം അധ്യായത്തെ ഗീതാ വിഷയ സംഗ്രഹം എന്ന് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇറ്റ്സ് എ കണ്ടൻസ്ഡ് പാർട്ട് ഓഫ് ഗീത. സാഖ്യയോഗം എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2ാം അധ്യായം ഗീതയുടെ ഒരു കണ്ടൻസ്ഡ് പാർട്ടാണ്. കാന്റ് മുതലായ പാശ്ചാത്യ ചിന്തകർ ക്രിറ്റിക് ഓഫ് പ്യുവർ റീസൺ എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇവിടെ ബുദ്ധിയോഗം എന്ന ആ പേരിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. 40ാമത്തെ ശ്ലോകം നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ബ്രഹ്മവിദ്യയിൽ അഭിക്രമനാശമോ പ്രത്യവായമോ ഒരിക്കലും സംഭവിക്കുകയില്ല. അല്പമായിട്ട് അനുഷ്ഠിച്ച സ്വധർമ്മം പോലും ബ്രഹ്മജ്ഞാനിയെ മഹാഭയങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അഭയനാക്കി തീർക്കുന്നു. ഓരോ വ്യക്തി പതുക്കെ 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 ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സമ്പത്തോ കർമ്മമോ കീർത്തിയോ ഒക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ അഭിക്രമനാശം എന്ന് വിളിക്കുന്നത്. കല്ലുരുട്ടിക്കയറ്റി താഴോട്ടിടുന്ന നാരായണത്ത് ഭ്രാന്തന്റെ ലീല പോലെയാണ് സംസാര ജീവിതത്തിൽ മനുഷ്യൻ അനുഷ്ഠിക്കുന്ന മിക്ക കർമ്മങ്ങളും. ചെയ്യുന്നതിനൊരു പ്രത്യേക ഉദ്ദേശം മുമ്പിൽ കണ്ടുകൊണ്ടാവുകയും ഉദ്ദേശിക്കാത്ത വിപരീത ഫലം വന്നു ചേരുകയും ചെയ്യുന്നതാണ് പ്രത്യവായം. രോഗം മാറാൻ മരുന്ന് കൊടുത്തു, രോഗം മാറി. പക്ഷെ ആ മരുന്ന് കൊണ്ട് പുതിയൊരു രോഗം സൃഷ്ടിക്കപ്പെട്ടു. ഇയട്രോജനിക് ഡിസീസ്. അലോപ്പതി മോഡേൺ മെഡിസിനിലെ സ്ഥിരം കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണിത്. ഇതൊരു പ്രത്യവായമാണത്. അപ്പൊ അഭിക്രമനാശം പ്രത്യവായം എന്നുള്ള 2 എണ്ണം ബ്രഹ്മവിദ്യയിൽ സംഭവിക്കില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. അതായത് സൈഡ് ഇഫക്ട്സ് ഇല്ല. അല്പം അനുഷ്ഠിച്ചാൽ ഫലം കിട്ടാത്ത എത്രയോ കർമ്മങ്ങളുണ്ട് ഈ ലോകത്തിൽ. ഉദാഹരണമായിട്ട് കൃഷി. നമ്മൾ നിലം ഉഴുതു, നല്ല വിത്തും ഇട്ടു, കള പറിച്ചില്ല, വെള്ളം തേവിയില്ല, വളം ചേർത്തില്ല,
നേരാവണ്ണം മഴ സമയത്തിന് കിട്ടിയില്ല, അപ്പൊ ഫലം കിട്ടില്ല. എല്ലാം വേണ്ട പോലെ അനുഷ്ഠിച്ചാലും മഴ പഴച്ച കണക്ക് തെറ്റിയില്ലേ? അങ്ങനെയുള്ളതാണ് അഭിക്രമനാശം, അങ്ങനെയുള്ള വിപരീത പ്രത്യവായങ്ങൾ. ഇതൊന്നുമില്ലാത്ത വിദ്യയാണ് ബ്രാഹ്മി വിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മവിദ്യാനിരതൻ അല്പം സ്വധർമ്മം അനുഷ്ഠിച്ചാൽ മതി, മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സ്വധർമാനുഷ്ഠാനം അല്പമെങ്കിലും ചെയ്താൽ മതി, അവനെ ബ്രഹ്മജ്ഞാനം തന്നെ അഭയമാക്കി നിർത്തും. നല്ല ധർമ്മം പോലും ഒരു അല്പധർമ്മം, നല്ല ധർമ്മം എന്ന് പറഞ്ഞാൽ സ്വധർമ്മം, അതൊരല്പം ചെയ്താൽ പോലും അവനെ സമ്പൂർണമായിട്ട് സംരക്ഷിക്കുന്നു. ജ്ഞാനത്തോടുകൂടി ചെയ്യുന്ന കർമ്മത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണിത്. ജ്ഞാനം കൂടാതെ അതേ കർമ്മം മറ്റൊരാൾ ചെയ്താൽ ആ അഭയം കിട്ടിയെന്ന് വരില്ല. ജ്ഞാനത്തോടു കൂടിയ കർമ്മം, അതാണ് അവിടെ പ്രാധാന്യം. രണ്ടും ഒപ്പം ചെയ്യണം. ജ്ഞാനത്തോടു കൂടിയ, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന വിശേഷജ്ഞാനത്തോടു കൂടിയ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ സവിശേഷതയാണ് ഈ ബ്രാഹ്മി സ്ഥിതിയിൽ പറയുന്നത്. ബ്രാഹ്മി സ്ഥിതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വധർമ്മം ഒരല്പം ചെയ്താൽ തന്നെ അഭയനാവും എന്നുള്ളതാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിന. വ്യവസായാത്മികമായ ബുദ്ധി ഏകാഗ്രമായി ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്, അതിന് ലക്ഷ്യം തെറ്റലില്ല. അവ്യവസായികളായ ജനങ്ങളുടെ ബുദ്ധിക്ക് ഏകാഗ്രതയില്ല, അവസാനമില്ലാത്ത അനേകം വിഷയങ്ങളാവുന്ന ശാഖകളിൽ തത്തി 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 കളിക്കുകയാണ്. ഒരു ചഞ്ചല സ്വഭാവമുള്ള ബുദ്ധിയാണ് അവ്യവസായികളുടേത്. അതുകൊണ്ടാണ് അവരുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തത്. ബുദ്ധി ഏകാഗ്രമായാലേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. ലോകത്തിൽ മിക്കവാറും ജനങ്ങൾ ഏകാഗ്രതയില്ലാതെ പല വിഷയങ്ങളിൽ രമിച്ചുകൊണ്ട് ഇരിക്കുന്ന അവ്യവസായികളാണ്. ശുദ്ധബുദ്ധിയോടെ ഏകാന്തമായ ധ്യാനം ചെയ്ത് ലക്ഷ്യം പ്രാപിക്കുന്നവരുടെ വ്യവസായികളാണ്, അവരെ വ്യവസായികൾ എന്നാണ് പറയുക. വ്യവസായ ബുദ്ധിയുടെ എണ്ണം കുറവാണ്. ഏകാഗ്രമായ ധ്യാനമാണ് ലോകത്തിൽ എല്ലാ മഹത് കർമ്മങ്ങൾക്കും ബീജം. ശാസ്ത്രവും കലയും എല്ലാം ഈ ഏകാഗ്രമായ തപസ്സിന്റെ ഫലമാണ്. ബ്രഹ്മജ്ഞാനിയുടെ ഏകാഗ്ര തപസ്സിനെ ഈ വെളിച്ചത്തിൽ വേണം നമുക്ക് നോക്കിക്കാണാൻ.